ഹലോ മോളെ ശാലിനി, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളു. ഞാൻ ഡ്യൂട്ടിയിലാണ്. ഞാൻ ഒരു പ്രതിയുമായിട്ട് കടപ്പുറത്ത് വന്നിരിക്കുന്നു. കടലിന്റെ കാറ്റ് കേൾക്കാനില്ലെന്നാ. അതങ്ങനെ ഒരു ആവശ്യം വരുമ്പോ കടൽ പോലും എതിരാണ്. സത്യം. കടലിന്റെ കാറ്റ് കേൾക്കണോ നിനക്ക്? കേട്ടോ മോളെ? മോള് പേടിക്കണ്ട, എത്തും. പിന്നെ നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്. ആര് വന്ന? ആര്? ഭർത്താവ് വന്ന? തെറ്റാണ് സാർ കാണിച്ചത്. വല്ല ആളുടെ ഭാര്യമാരെ വിളിക്കാന്ന് വെച്ചാൽ മോശം സാറെ കാണിച്ചത്. സാറ് കൊഞ്ചിയപ്പോ ഞാൻ വിചാരിച്ച സ്വന്തം ഭാര്യയെ വിളിച്ചിരുന്നു. മോശം ഒന്നല്ലെങ്കിൽ സഹോദരിയായിട്ട് കണ്ടു സാറേ. സാർ ഒരു യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥനല്ലേ സാറേ? നീ ഏത് കേസിന്റെ അകത്തായത്? നമ്മുടെ ആമസോണിൽ നിന്ന് മറ്റേ തവളയുടെ കോസ്റ്റ്യൂം എടുത്തിട്ട് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലെ തവളയുടെ വേഷം കെട്ടി. നീയാണ് എന്നെ ഉപദേശിക്കാൻ പറഞ്ഞത്? അല്ല സാറേ, ഞാൻ അങ്ങനല്ല. ഞാൻ പറഞ്ഞു സാറിന്റെ പേരെന്താ സാറേ? ആന്റപ്പനല്ല, ആന്റി കൊതിയൻ ഇടണോ സാറേ? ആന്റി കൊതിയൻ സാറിനെ ഇടേണ്ടത്. നമുക്ക് പെണ്ണുങ്ങളൊന്നും വിഷയമല്ല സാറേ. നമുക്ക് പെണ്ണുങ്ങളൊന്നും ഒരു വിഷയമില്ല. പെണ്ണുങ്ങൾ അങ്ങനെ പറയരുത്. എടാ, ഓരോ ആണിന്റെ പിന്നിലും ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിനെ എന്നെയും കൂടെ അല്ലേ എന്റെ ഭാര്യ നോക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെണ്ണ് എനിക്കൊരു വിഷയമല്ല സാറേ. വിഷയമല്ല, അത് പോട്ട്. പിന്നെ വേറെ കാര്യം, എടാ, കേരള പോലീസിന്റെ ചരിത്രത്തില് പ്രഥമം വെക്കുന്ന പായസം. എന്തോ സാറേ, എങ്ങനാ പോണ സാറേ? കേരളം എന്തോ സംഭവം സാറേ? കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോടതിയിൽ കൊണ്ടുവരുന്ന പ്രതിയെ ഇവിടെ കൊണ്ടുവന്ന് കർമ്മത്തിൽ കൊണ്ടുവന്നത്. അത് കണ്ടന്റ്, മറ്റത് സൈലന്റ് ആയി പോയ. നീ അല്ലേടാ പറഞ്ഞ ഇവിടെ കർമ്മം ചെയ്യ, ഇവിടെ ആരാ വരും വന്നോണ്ട് കർമ്മം ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞില്ലേ? എന്റെ ചിറ്റപ്പന്റെ കർമ്മം ചെയ്യുന്ന സമയമില്ല. നിന്നെ പെട്ടെന്ന് കൊണ്ട് ജയിലിൽ അടയ്ക്കണം എനിക്ക്. ഇപ്പൊ വരും കർമ്മി വരേണ്ട. ആരും വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല, ആരും വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. ഞാൻ അവിടെ കർമ്മം ചെയ്തപ്പോ എന്തോ കുഴപ്പമുണ്ടായെന്നാ പറയുന്നത്. വെലിയിട്ട് തന്നിട്ട് ഞാൻ പോകുന്നതല്ലേ. വെലിച്ചോറ് പ്രാവ് തിന്നുന്ന എന്റെ ദൈവം, വെലിച്ചോറ് പ്രാവിനല്ല കൊടുക്കേണ്ടത്, കാക്കല്ലേ. ഈ കാക്ക ഇല്ലെങ്കിൽ എന്നോട് പറയണായിരുന്നു. കാക്കയെ ഞാൻ വാടകയ്ക്ക് തരുമായിരുന്നു. ഡെയിലി 30 രൂപ വെച്ച് എത്ര കാക്ക എന്റെ കൂടെ ഉണ്ടെന്ന് അറിയാമോ? കാക്കയെ ഞാൻ തരത്തില്ലായിരുന്നു. വെലിച്ചോറ് ലവ് ബേർഡ്സിന് കൊടുത്തോട്ടെ. ഒരു കാര്യം ചെയ്യും, അച്ഛന്റെ ചിതാഭസ്മം അവിടെ ഇരിപ്പുണ്ടാ, അതെടുത്തോണ്ട് ഫിഷ് ടാങ്ക് ഇടും. അല്ലാതെ നിങ്ങൾ കടപ്പുറത്തോട്ട് വന്ന് ബുദ്ധിമുട്ടണ്ട. ഓരോരുത്തന്മാര് വിളിക്കാന്ന് പറഞ്ഞു. നീ പറഞ്ഞ കർമ്മി എന്നെ അത്? ഇത് കർമ്മിയാണെന്ന് വെച്ചാൽ വിജയുടെ സിനിമയിലെ വില്ലനെ പോലെ ഇരിക്കുന്നു. ഇത് ആരാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെന്നാ വർത്താനോടോ പറഞ്ഞത്? അല്ല, എന്നെ കണ്ട അറിഞ്ഞൂടെ ഞാനൊരു കർമ്മിയാണെന്ന്. കർമ്മിയാണല്ലേ? നമസ്കാരം. ആരാ? ഹരിചന്ദ്രൻ. കയ്യേലെ വള കണ്ടപ്പോഴേ മനസ്സിലായി ഹരിചന്ദ്രനാണ്. അല്ല, എന്താ ഇവിടെ എന്താണ് സംഭവം? അല്ല, മെമ്പർ ഷാജി പറഞ്ഞേച്ച വരുമായിരുന്നു കർമ്മം നടത്താനേ. ചിറ്റപ്പന്റെ മെമ്പർ ഷാജി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കർമ്മം നടത്തി ഒഴുക്കാനായിട്ടുള്ള. ആരാ മരിച്ചതാരാണ്? ചിറ്റപ്പനാണ്. ചിറ്റപ്പൻ. ചിറ്റപ്പന്റെ പേര് ചെല്ലപ്പൻ. അതെ. അപ്പൊ ചിറ്റപ്പൻ ചെല്ലപ്പൻ മരിച്ചു അല്ലേ? അപ്പൊ ചെല്ലപ്പൻ നാമദേവസ്യ. ഞാൻ പറഞ്ഞില്ലേ ചെല്ലപ്പൻ? അല്ല, ചെല്ലപ്പൻ നാമദേവ, അതൊരു ചൊല്ലാണ്. അപ്പൊ ഈ ചെല്ലപ്പൻ നക്ഷത്രം എന്താണ്? നക്ഷത്രം ചോതി രോഹിണി. ഏതാണ്? ഞാനാണ് പറയേണ്ടത്? അല്ലല്ല, ഞാനാണ് പറയേണ്ടത്. അതല്ല, നക്ഷത്രം ഏതാണെന്ന് പറയാം. ഏതോ ഒരു കോട്ടയാണ്, പുലേന കോട്ട, അങ്ങനെ കിഴക്കേ കോട്ട. ആള് അല്ലേ? അതെ അതെ. ഞാൻ എങ്ങനെയാ മരിച്ചേ? പിയാൻ മരിക്കല്ലോ, കേടാവേലേ ചെയ്യേണ്ടത്. പിയാനോ പിയാനോടെ കാര്യമാണോ ഞാൻ ചോദിച്ചത്? പിയാൻ, ഈ ആൾ എങ്ങനെയാ മരിച്ചെന്നുള്ളത്? തലയ്ക്കെന്തോ ചിറ്റപ്പ വിഷമം ഉണ്ടാവും. കാരണം എടുത്തു പറയാൻ ആകെ ഒരു ചിറ്റപ്പനെ ഉള്ളായിരുന്നു. കങ്കാരു കടിച്ചാണ് മരിച്ച ചിറ്റപ്പൻ. കങ്കാരു കടിച്ചാണ് എന്റെ ചിറ്റപ്പൻ മരിച്ചത്. കങ്കാരു കടിച്ചു. കങ്കാരു അങ്ങനെ കടിച്ചു? ബേബിച്ചൻ മുതലാളിയുടെ വീട്ടിൽ പണിക്കൊക്കെയായിരുന്നു ചിറ്റപ്പനെ. അപ്പൊ ഒരു ആവശ്യമില്ല. അപ്പൊ ബേബിച്ചൻ മുതലാളി ഓസ്ട്രേലിയക്ക് പോയായിരുന്നേ. അപ്പൊ മുതലാളിയുടെ കൂടെ വെറുതെ കയറിപ്പോയി. അവിടെ ഇവിടെ നിൽക്കുമ്പം ചിറ്റപ്പന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു കങ്കാരുവിന്റെ കണക്ക് ഒരു ഡെമ്മിയൊക്കെ വെച്ചിട്ടല്ലേ അതിനകത്ത് അതുപോലെ ഇതുപോലെ ഇരിക്കണം. അതിനകത്തല്ലേ വേസ്റ്റ് ഉണ്ട്. അതേപോലെ അവിടെ വേസ്റ്റ് കൊണ്ടിടാതെ അവിടെ ഒറിജിനൽ കങ്കാരു അല്ലേ? ശരിയല്ല. ഈ സഞ്ചി ഇരുന്ന കൊച്ചിനെ എടുത്ത് മാറ്റിയിട്ട് വേസ്റ്റ് ഇട്ട് കൊടുത്തു. കങ്കാരു വെച്ച് ചന്തിയിൽ ഒരൊറ്റ കടിയും ഒരൊറ്റ അടിയും. ആസ്ട്രേലിയ വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത്. ആസ്ട്രേലിയ വെച്ചിട്ടാണ്. അപ്പോ ഇന്റർനാഷണൽ ബലിയാണ് ഞാനിപ്പോ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിലൊരു പ്രശ്നമുണ്ട്. എന്താണ്? ആസ്ട്രേലിയ വെച്ച് മരണം നടന്നതുകൊണ്ട് ഇവിടെ വെച്ച് കർമ്മം നടത്താനായിട്ട് പറ്റത്തില്ല. ആസ്ട്രേലിയയിലോട്ട് പോകണം. മനസ്സിലായോ? അപ്പൊ അവിടെ വെച്ച് വേണം, അവിടുത്തെ കടപ്പുറത്ത് വേണം നമുക്ക് ഈ കർമ്മം നടത്താനായിട്ട്. സാറേ, ഈ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഫണ്ട് അനുവദിക്കോ അങ്ങനെ എന്തെങ്കിലും ഈ ആസ്ട്രേലിയൻ? പിന്നെ നിന്റെ ചിറ്റപ്പനെ വെറുതെ ഇരുന്ന കങ്കാന്റെ വായി ചന്തി കൊണ്ട് വെച്ചാൽ സർക്കാർ തേങ്ങ തരും. അല്ല, ഇപ്പൊ അതില്ലെങ്കിലും വിഷമിക്കണ്ട. ആസ്ട്രേലിയയിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ?
ഓസ്ട്രേലിയ പരിചയമുള്ളതെന്ന് പറഞ്ഞാൽ റിക്കി പോണ്ടിങ്, മാത്യു ഹെയ്ഡൻ. ഈ അങ്ങനെ രണ്ട് ക്രിക്കറ്റ് താരങ്ങളെയാണ് എനിക്ക് പൊതുവെ ഒരു പരിചയമുള്ളത്. കൊച്ചിലെ കണ്ട് വളർന്നത് അവരെയാണ്. അവന്റെ വായിന്ന് വന്ന് വർത്താനം കേട്ടോ സാറേ. ദാ, ഈ രണ്ട് പേരും വെച്ച് എങ്ങനെ ആൾക്കാർ കണ്ടുപിടിക്കുന്നത്? റിക്കി പോണ്ടി പിന്നെ ആര്? മാത്യു ഹെയ്ഡൻ. ഇവരെങ്ങനെ കണ്ടുപിടിക്കുന്നത്? പറയാം. ഒന്നുകിൽ അവര് റേഷൻ കാർഡ് വേണം, ഇല്ലെങ്കിൽ കരന്തരത്തെ രസീത് വേണം, ഇല്ലെങ്കിൽ ആധാർ കാർഡ് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റൂ. സാറേ ഈ പോലീസ് സ്റ്റേഷനിലെ ആ. ചിട്ടിയിലൂടെ ആളെടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അപ്പൊ ചിട്ടി അടിച്ച് കയറിയതല്ല പോലീസ്. ഇത് എങ്ങനെ എത്തിപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാത്ത. ഞാൻ പറഞ്ഞു എന്താന്ന് അറിയാമോ? ഇല്ല. അപ്പൊ ഈ ആസ്ട്രേലിയയിൽ കിടക്കുന്ന ആ ആത്മാവിനെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം. അതെ, വിളിച്ചോണ്ട് വരണമല്ലേ? അത് വലിയ ചെലവുള്ളതാണ്. ആ ഒരു പൂജ നടത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 25,000 രൂപയോ 25,000 രൂപ. സാറേ, പിന്നെ നമുക്ക് അറിയാലോ, ഇപ്പൊ എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ മേസ്തിരി പണിയും കൺസ്ട്രക്ഷൻ വർക്ക് അങ്ങനെയുള്ള പരിപാടികളായിട്ട് പിന്നെ റബ്ബർ റൂട്ടും അങ്ങനെയൊക്കെ ഉള്ളു. നമുക്കിത് താങ്ങാൻ പറ്റാത്ത ഒരു ബഡ്ജറ്റാണ് 25,000 രൂപ എന്ന് പറയുന്നത്. പറ്റൂലല്ലോ. പറ്റില്ല. ഞാൻ സംസാരിക്കാം. ഈ ചെറുക്കനാണെങ്കിൽ മേശിരി പണി റബ്ബർ വിട്ടൊക്കെ ഉള്ളു. നല്ല സാമ്പത്തിക ശേഷി ഇല്ല. അതുകൊണ്ട് ഈ ബഡ്ജറ്റിൽ പറ്റൂല. അല്ല 25,000 രൂപ കുറഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ 25,000 മാറ്റി കുറച്ചൊന്ന് കുറയ്ക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൂജ ഇല്ല, ഒറ്റ മന്ത്രത്തിൽ ഒതുക്കാം. മന്ത്രത്തില് അതാകുമ്പോ 500 രൂപ തീരും. 25,000 ആയിരുന്നു കറക്റ്റ്. 500 മതി. 500 മതി. സാമ്പത്തിക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയണ മന്ത്രം അങ്ങോട്ട് ഏറ്റു ചൊല്ലിക്കും. സിതാനന്ദ പൂജയെ, സിപ്രായ പൂജയെ, സിത്രായ സുത്രായ ജിംബ്ലായ ജുബ്ലാത്തർ പ്രദോഷ സ്തപ്ര. മോളിയാമിയെ, ഒരു 25,000 രൂപ നമുക്ക് റോൾ എടുക്കാൻ പറ്റുമോ? ഒരു അത്യാവശ്യ കാര്യത്തിന് മറിക്കാൻ വേണ്ടിയിട്ടാണ്. പൊല്ലാത്തൊരു കാര്യം തലയിൽ വന്ന് വീണിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പാടാണ്. പറ്റോ? നമുക്ക് 25,000 പൂജ മതി കേട്ടാ. കുഴപ്പമില്ല, ഞാൻ വിളിച്ച് പറഞ്ഞു. 25,000 പൂജ. 500 വേണ്ട, കുഴപ്പമില്ല. ഓമ്പോ ഓഫർ കൊടുത്താലും ആരും എടുക്കാറില്ല. അറിയോ പറഞ്ഞു വരാൻ നേരത്തെ ഈ മന്ത്രം പറയാത്തോണ്ട് നേരെ 25,000 വരും, എനിക്കറിയാം. അപ്പോ ആത്മാവിനെ ഞാൻ അവിടുന്ന് നേരെ ഇങ്ങോട്ട് ആവാഹിക്കും. എന്നിട്ട് ഈ കുടത്തിനകത്ത് ഞാൻ കയറ്റും. സമയമില്ല, പുള്ളിയെ കൊണ്ട് ജയിലിൽ കൊണ്ട് അടയ്ക്കണം. എനിക്ക് ചെയ്യാൻ പോവല്ലേ, പെട്ടെന്ന് എടിപിടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആത്മാവിനെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട. മനസ്സിലായോ? ഞാൻ ആത്മാവിനെ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആത്മാവ് നേരിട്ട് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ആത്മാവിന് മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ആത്മാവിനെ വിളിച്ചു വരുത്തിയാണ് വരിക 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 ആത്മാവേ വാ. ഏത് നാടൻപാട്ട് സംഘം? ഏതാണ്? കളിയുണ്ടോ? പരിപാടി ഉണ്ടോ? പരിപാടി ഉണ്ടോ? അല്ലേ? ഇപ്പൊ ഫെബ്രുവരിയിൽ ഒരു 4 കളിയും കൂടെ വിജയിക്കാൻ ഫുള്ളാ. അപ്പൊ ഇപ്പൊ എപ്പോഴാണ് എന്റെ ചിറ്റപ്പന്റെ ബലി ഇടുന്ന ഈ കളിക്കാൻ? അത് സംഭവം എന്ന് പറഞ്ഞാല് ഈ ചിറ്റപ്പൻ എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരനല്ലേ, പച്ചയൊരു മനുഷ്യൻ, നാട്ടുപുറത്തുകാരല്ലേ. അങ്ങനെയുള്ള ആളെ നാടൻപാട്ട് പാടി വേണം നമ്മൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ. മനസ്സിലായി? അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല. അപ്പൊ ഞാൻ ആത്മാവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താനും ഓരോ മന്ത്രങ്ങളാണ് വരാൻ പോകുന്നത്. ആത്മാവേ വാ, ആത്മാവേ വാ, ആത്മാവേ വാ, 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 വാ. മക്കളൊക്കെ എങ്ങനെയാണ്? 3 പേര്. മൂത്തവനിപ്പ എഞ്ചിനീയറിംഗിന് പോകാൻ നിൽക്കുന്ന 1.5 ലക്ഷം രൂപയുടെ ആവശ്യമാണ്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പരുന്താട്ടം വരെ അടിക്കും. പിന്നെ ഓരോ കാര്യങ്ങളല്ലേ അല്ല, നമുക്ക് ബലിയിടാൻ നോക്കണം. പക്ഷേ ആര് വന്ന് നിക്കണത്? ആര് വന്നിരിക്കുന്ന? നിന്റെ ചിറ്റപ്പൻ ദോ വന്ന് നിൽക്കുന്നത്. പിന്നെ എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. എനിക്ക് നിൽക്കുന്നുണ്ടോ ചിറ്റപ്പൻ? കണ്ടില്ലേ? ടാറ്റ കൊടുത്ത് അവിടെ അല്ലേ, ഇവിടെ ചിറ്റപ്പ. ഒരു സെക്കൻഡ്, പുള്ളി എന്നോട് എന്തോ പറയാനായിട്ട് ശ്രമിച്ചു. എന്താ പറയുന്നേ? എന്താണ്? അതാണ് പ്രശ്നം. എന്താ പ്രശ്നം? ചിറ്റപ്പനെ ഈ കടലിൽ ഒഴുക്കട്ടാത്ത ചിറ്റപ്പന്റെ അസ്ഥി ഹിമാലയത്തിന്റെ മേലിലുണ്ടല്ലോ, മേലില് മഞ്ഞുമലയുടെ അകത്ത് നേരെ മഞ്ഞിനകത്ത് പൊതിഞ്ഞു വെക്കാനാ പറയുന്നത്. നല്ല ഭയങ്കര ചെലവാവൂല ഈ ഹിമാലയത്തിൽ പോണെന്ന് പറഞ്ഞത്. എങ്ങനെയായത്? ഹിമാലയത്തിൽ പോണെന്ന് പറഞ്ഞാൽ നല്ല ചെലവുള്ള കാര്യമാണ്. പുള്ളിക്ക് അതാണ് ഇഷ്ടം. പുള്ളിക്ക് തണുപ്പ് വേണമെന്നാണ് പറയുന്നത്. അല്ല, ഇത് എത്ര രൂപ ഹിമാലയത്തിൽ കൊണ്ട് വെക്കുന്നേ? ഹിമാലയത്തിൽ കൊണ്ട് വെക്കുമ്പോ ഏകദേശം ഒരു 80,000 രൂപയോ. 80,000 രൂപ? അത് ഇത്രയും ബഡ്ജറ്റ് ഞാൻ പറഞ്ഞില്ലേ, സാമ്പത്തികമായിട്ട് നമ്മുടെ അവസ്ഥ പറഞ്ഞായിരുന്നല്ലോ. അതെങ്ങനെ? പുള്ളിക്ക് തണുപ്പ് വേണം. 80,000 രൂപ കുറയ്ക്കണം. 80,000 രൂപ ഒന്നും കുറക്കാൻ പറ്റില്ല. പുള്ളിക്ക് തണുപ്പാണല്ലോ. 80,000 എങ്ങനെയും കുറയ്ക്കണം. 80,000 എങ്ങനെ കുറക്കും? പുള്ളിക്ക് തണുപ്പ് വേണ്ടേ? എന്നാ ഒരു കാര്യം ചെയ്യും, കൊടോഞ്ഞ് ഞാൻ ഫ്രിഡ്ജ് വെച്ചോളാം. ഫ്രിഡ്ജില് പിന്നെ പുള്ളിക്ക് തണുപ്പ് കിട്ടിയാ പോരെ? എന്തോ വർത്താനമാണ് ഈ പറയണത്. അപ്പൊ ആത്മാവ് വന്ന് നിൽക്കുന്നു. ആത്മാവിനെ നമുക്ക് ആവാഹിക്കണം, കർമ്മത്തിലേക്ക് കിടക്കാം അല്ലേ? ചോറെടുക്കാം. അതെ, നല്ല വീട്ടിൽ ഊണുണ്ടെങ്കിൽ എനിക്കൂടെ ഒരെണ്ണം മേടിക്കണം. വീട്ടിൽ ഊണുണ്ടെങ്കിൽ ചോറെടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. ആ ചോറിന്റെ കാര്യമാണ്, ബലിച്ചോറിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇലയിലോട്ട് ഇലയിങ്ങനെ എടുത്ത് വെക്കാം. ഇല എടുത്ത് വെച്ചിട്ട് ചോറെടുക്കുക. ചോറ് നല്ലപോലെ കുഴക്കുക. അവിടെ വെക്കുക. നല്ലപോലെ ചോറെടുക്കുക, കുഴക്കുക. പൈസ ഞാനല്ലേ തരുന്ന? അതെ, കുഴച്ചൂടെ, കർമ്മിക്ക് കുഴച്ചൂടെ?
ഞാൻ തന്നെ എന്റെ ചിറ്റപ്പനാടാ മരിച്ചത്. നിന്റെ ചിറ്റപ്പനല്ലേ മരിച്ചത്? നിങ്ങൾക്ക് വൈകി ഞാൻ കുഴക്കാം. ഇയാൾക്ക് ഇപ്പൊ കുഴക്കാൻ ബുദ്ധിമുട്ട്. ഇതെന്തൊരു മനുഷ്യനാണ്. കുഴച്ചിട്ട് അതെല്ലാം കൂടെ അങ്ങ് എടുക്ക്. അരി എടുക്ക്. പൂ ഇങ്ങനെ എടുത്തേ. പൂ അതിനകത്തോട്ട് ഇടുക. ഇതും കൂടെ അങ്ങോട്ട് വെക്കുക. ഇതും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് ഞാനൊരു മന്ത്രം ചൊല്ലും. നേരെ കടലിലോട്ട് ചെന്നിട്ട് ആ 3 പ്രാവശ്യം മന്ത്രം ചൊല്ലുമ്പോ ഇത് നേരെ വെള്ളത്തിലോട്ട് ഇടുക, മുങ്ങുക. ഓക്കെ, അപ്പൊ മന്ത്രം ഞാൻ പറഞ്ഞുതരാം. ഫിലാനസ്തായേ ധൂമസ്തായേ ദീപസ്തായേ. ഞാൻ പറഞ്ഞില്ലേ സാമ്പത്തികമായിട്ടും വലിയ പാടാണ്. 1 2 3. എവിടെ പോണേ? അല്ല ചിറ്റപ്പന്റെ ഒഴുക്കാൻ ഞാൻ ചിറ്റപ്പൻ കുറെ ഒഴുക്കുന്നി. അതുവഴി മുങ്ങാള പരിപാടിയല്ലേ? അല്ല ഞാനിത് നീ ഒന്നാണ് ചിറ്റപ്പന്റെ പോലീസിന്റെ ബുദ്ധി അവനെ അറിഞ്ഞൂടാ. നീ ഒഴുക്കണ്ട, നീ ഇവിടെ തന്നെ. നീ ഇതാ ഇവിടെ നീ വേണ്ട ഇവിടെ ഈ വരയില് എന്താ സംഭവം? ഈ വരയിന്ന് മാറണം. മാറില്ല. ഞാൻ ഒഴുക്കി പറഞ്ഞത് സാറ് ഒഴുക്കാൻ പോണം. ഞാൻ ഒഴുക്കാം. അല്ലെങ്കിൽ ചിറ്റപ്പന്റെ ഓർത്തില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, സാറ് മുങ്ങണ്ട. ഇത് നേരെ അരയിലോട്ട് ഉടുക്കണം. അരയിലോട്ട് ഉടുത്തിട്ട് ഞാൻ പറയണ മന്ത്രം അനുസരിച്ചിട്ട് നേരെ അങ്ങ് പുറകിലോട്ട് ഇട്ടേച്ചാ മതി. നേരെ ചെന്ന മതി. ചെന്നോ അങ്ങോട്ട് ചെന്നോ. നേരെ കടലിലോട്ട് ഇറങ്ങാം. ചെല്ലോ. നേരെ അങ്ങോട്ട് കടലിലോട്ട് ഇറങ്ങിയിട്ട് ദേഹം മുക്കണ്ട, കൈ മാത്രം അങ്ങ് മുക്കിയാ മതി. ഇതാ മതി. ദേവാസ്തൂതേ ദേവാസ്തുതേ ദീതോപാദേ ദീപോപാദേ ജ്ഞാനവീരേ ജ്ഞാനലീലേ ജ്ഞാനസ്ഥായേ ജ്ഞാനസ്ഥായേ സൂത്രായേ സൂത്രായേ ത്രിഭംഗായേ ൃതായേ പ്രതിപോയേ 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 പ്രതിപോയേ. റിപ്പീറ്റ് അടിക്കാണ്. ഒന്നുകൂടെ പറയാം. റിപ്പീറ്റ് അടിച്ചാൽ പിന്നെ താഴെ ഇവിടെ കൊണ്ട് നിർത്തിയ പ്രതിപോയത്. പ്രതിപോയോ? പ്രതിപോയത്. അയ്യോ, എന്തോ പറയാനാണെന്ന് പറയാം. പ്രതിപോയത്. ഭഗവാനെ, അവിടെ നിന്നിട്ട് മന്ത്രം ചൊല്ലിക്കൊണ്ട് നിൽക്കുവോ? എവിടെ പോയി പ്രതി? എനിക്കൊക്കെ അറിയാം എവിടെ പോയത്. എടാ അവൻ പോവാതിരിക്കാനാണ് ഈ കളം മരിച്ചിട്ടായിട്ടത്. പിന്നെ ലക്ഷ്മണരേഖയല്ലേ വരച്ചു വെച്ചത്. ഞാൻ എവിടുത്തെ പോലീസുകാരനാണോ? ഒരു പ്രതിയെ കൊണ്ടുവന്നിട്ട് കളം വരച്ചിട്ടാണ് അതിനകത്ത് നിർത്തണത്. വല്ലാത്ത ചതിയായി പോയത്. ഞാനാണോ ചതി ചെയ്തത്? എടാ അവനാണ് ചോദിച്ചത്. എടാ എന്റെ ജോലി ഞാനിപ്പോ എന്തോ ചെയ്യും? ഇത്രോ മണ്ട പോലീസിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു പ്രതിയെ ഇതിന് ഭേദം അവനെ കടലിൽ മുങ്ങി പോകുന്നതാണ്. അവന് നേരിട്ട് ബസ് കയറി പോകാൻ പറ്റി. എടാ എന്റെ ജോലി ഞാനിന് എന്തോ ചെയ്യട്ടെ? ജോലി പോകാതിരിക്കാൻ ഒരു അടിപൊളി പൂജയുണ്ട്. പൂജ ഉണ്ടോ? അത് എത്ര രൂപയാവും? 5 ലക്ഷം രൂപയാവും. അതിനെക്കാട്ടി ആ കടലിൽ ചെറിയ ചത്തുവിടാൻ എനിക്ക്. പോയി ചാടി.